ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫാൻ്റെ ഉമ്മ മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ സംസാരിച്ച കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയാണ് ഇത്രയും കടങ്ങളായെന്നൊക്കെ ഉള്ള ഒരു ചോദ്യത്തിന് അഫാൻ്റെ ഉമ്മയുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എങ്ങനെയാണ് കടം വന്നതും അതുപോലെ തന്നെ അഫാൻ എങ്ങനെയാണ് ഉപദ്രവിച്ചത്, ഇതിനെക്കുറിച്ചെല്ലാം ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു കടം ഇത്രയും ലക്ഷത്തിന് കടങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്, അതുപോലെ തന്നെ അഫാനും ഭയങ്കരമായിട്ട് കടവും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നല്ലോ, അതെങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ച സമയത്ത് അഫാൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കടമുണ്ട്, അതൊരു വീട് വെച്ചതിൻ്റെ കടങ്ങളാണ് ഉള്ളത്, അതിൻ്റെ ബാങ്കിലുണ്ട്, അത് കൃത്യമായിട്ട് ഞങ്ങൾ മാസം അടയ്ക്കുന്നുണ്ടായിരുന്നു, അതൊരു കറക്റ്റായിട്ട് പോകുന്നൊരു കടമായിരുന്നു. പിന്നെ ചെറിയ ഞങ്ങളുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ വാങ്ങിച്ച ഒരു ചെറിയ കുറച്ച് കടവും ഉണ്ടായിരുന്നു. പക്ഷെ അഫാനുള്ള കടമെന്ന് പറഞ്ഞാൽ അഫാൻ അവനായിട്ട് വരുത്തി വെച്ച കുറേ കടങ്ങളാണ്. അതിപ്പം ഫോണിൽ ആപ്പൊക്കെ ഉണ്ട്, അതിൽ നിന്ന് കടം വാങ്ങാൻ കിട്ടും. ആ ഒരു വാങ്ങുന്ന കടമായിരുന്നു ഭയങ്കരമായിട്ട് പെരുകി ഭയങ്കരമായിട്ട് പൈസ വന്നത്. അതിനു വേണ്ടിയാണ് അവൻ കാമുകിയുടെ കയ്യിൽ നിന്നും എല്ലാവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കടം കാരണമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ വന്നതെന്നാണ് ഉമ്മ പറയുന്നത്. അല്ലാതെ ഉള്ള ഞങ്ങൾ വരുത്തി വെച്ച കടങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു വീടിന് ഉള്ള കടങ്ങളൊക്കെ അടച്ചുകൊണ്ടിരുന്നതാണ്. അതിൽ വലിയ കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇവനായിട്ട് വരുത്തി വെച്ച് ഇത്രയും വലിയ കടം കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നതെന്നാണ് ഉമ്മ പറയുന്നത്. മെയിനായിട്ടുണ്ടെങ്കിൽ ഇവൻ ആ ഒരു ആപ്പിൽ നിന്ന് അവൻ്റെ ആവശ്യങ്ങൾക്ക് പണം കടമെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് തിരിച്ചടയ്ക്കാനൊന്നും ടൈമിനൊന്നും പറ്റിയിട്ടില്ല. അതിനു വേണ്ടി കുറേയധികം പൈസയൊക്കെ ഓരോയിടത്തുനിന്ന് മറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പൈസയും കടവും എല്ലാം കൂടെ ആയി എന്ത് ചെയ്തു, കുറേയധികം കടം ഇവന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവൻ ഓരോ സമയത്ത് വെളിയിൽ പോയി കഴിക്കുകയും കൂടുതൽ ലക്ഷറിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി വെളിയിലൊക്കെ കഴിക്കാൻ പോവും. അതുപോലെ തന്നെ ഒരു ബൈക്കോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് വാങ്ങുന്നതിൻ്റെ ആയാലും ശരി, വെളിയിൽ പോയി ഹോട്ടലിലൊക്കെ പോയി ഫുൾ ടൈം കഴിക്കുന്നതിൻ്റെ ആയാലും ശരി, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കൊണ്ടാണ്, ഇതിനു വേണ്ടിയാണ് കടം ഈ ഒരു ആപ്പിൽ നിന്നൊക്കെ എടുത്തതെന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് പോലും ഇദ്ദേഹത്തിന് ഈ ഒരു അഫാനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജയിലിൽ വെച്ച് തന്നെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പൊറോട്ടയൊക്കെ ചിക്കനൊക്കെ വേണം, ഞാൻ ഉച്ചയ്ക്ക് അതൊക്കെ കഴിക്കത്തുള്ളൂ, അല്ലാതെ ഒന്നും കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു അഫാൻ എന്തുമാത്രം ഭയങ്കരമായിട്ട് ലക്ഷറി ആയിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയായിരിക്കാം ഇത്രമാത്രം കടങ്ങൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു കടങ്ങൾ കാരണം ആ ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടത് എത്ര പേരുടെ ജീവനാണ് എന്നുള്ളൊരു കാര്യമാണ് ഓർക്കേണ്ടത്. ആ ഒരു ഇളയ സഹോദരൻ, എത്ര വയസ്സ് കാണും, ആ ഒരു പാവം പയ്യനെ ഈ ഒരു സ്വന്തം ചേട്ടൻ തന്നെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം മെയിനായിട്ടുള്ളൊരു കാര്യം ഈ ഒരു അഫാൻ വാങ്ങിച്ച കടത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ കാമുകിയുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിലും ഒക്കെ കടന്ന മാലയും വളയൊക്കെ വിറ്റേന് അതിൻ്റെയൊക്കെ കാശും തിരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാമുകി. അത് കൊടുക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് ഈ ഒരു കാമുകിക്ക് നേരെ ഇത് കണക്ക് അറ്റാക്ക് അവൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവൻ്റെ ഈ ഒരു അഫാൻ്റെ മാമനെയും മാമിയും ഇതേ കണക്ക് വെട്ടാനൊക്കെ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ, അവരെ കൊലപ്പെടുത്താനുള്ള കാരണം ഇവനെ ഉപദേശിക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് ചിലവും കാര്യങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രണ്ടുപേരും, ഒരു മാമനും മാമിയും ഇവനെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുമായിരുന്നു. ആ ഒരു ഉപദേശം അവന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവരെ പോയി ഇതേ കണക്ക് എന്ത് ചെയ്യുന്നത്, കൊല്ലുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഉമ്മ, അതായത് അച്ഛൻ്റെ അമ്മ ഇവന് കാശും കാര്യങ്ങളൊക്കെ എപ്പം വന്നാലും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു പൈസയ്ക്ക് വേണ്ടി അവരെ കൊന്നതിന് ശേഷം അവരെ കഴുത്തിലൊക്കെ കിടന്ന മാല എടുത്തുകൊണ്ട് പോയി പണയം വെച്ച് കാശ് വാങ്ങുകയാണ് ചെയ്തത്. ഒരു വ്യക്തിയുടെ ധൂർത്ത് കാരണം ഒരു കുടുംബം മൊത്തം ബാധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു ഉമ്മയായിട്ടുള്ള ഷെമി ഇതേ കണക്കൊക്കെ പറഞ്ഞാൽ പോലും നമുക്കൊരിക്കലും അത് ഫുള്ളായിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഉമ്മയും ഇതിലൊരു പാർട്ടാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം ഉമ്മയും ഇതേ കണക്കുള്ള കടവും കാര്യങ്ങളും എടുക്കാതൊന്നും ഇങ്ങനെ ആവത്തില്ല എന്നൊന്നും കുറേയധികം പേര് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം അവൻ്റെ പേരിൽ, അതായത് മകൻ്റെ പേരിൽ എല്ലാം കൂടെ ആയപ്പോൾ അവൻ്റെ പേരിൽ തലയൊഴിഞ്ഞ് എല്ലാം കൂടെ എടുത്ത് വെച്ച് തലയിൽ വെച്ചിട്ട് മുങ്ങാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞ് കുറേയധികം പേര് പറയുന്നുണ്ട്. എനിക്കും അതിൽ ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കടങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഉമ്മ ഓൾറെഡി അറിയണമല്ലോ. ആ സമയത്ത് അവിടെ നിർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നിന്നേനെ. ഇത് ഇവർക്കറിയാം ഈ ഒരു കടം വാങ്ങുന്ന കാര്യങ്ങളും എല്ലാം. അപ്പോൾ അന്നേ ഇതൊക്കെ നിർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. ഇപ്പം ഇത്ര എക്സ്റ്റൻഡ് ലെവലിൽ ഇത് ആയതിൻ്റെ കാരണം ആ ഒരു അന്ന് കൺട്രോൾ ചെയ്യാത്തതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. അന്ന് ഒരു പക്ഷേ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒന്നും തന്നെ നടക്കത്തില്ല. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഉമ്മ ഷെമി ഇതേ കണക്ക് പറയുമ്പോഴത്തേന് കുറേയധികം പേർക്ക് ഈ ഒരു ഉമ്മയുടെ പേരിൽ ഭയങ്കരമായിട്ട് ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇവർ
ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും നടക്കത്തില്ലായിരുന്നു. പക്ഷേ അവരുടെ ഒരു അശ്രദ്ധ മൂലമാണ് ഇത്രയും വലിയ ദുരന്തവും കൂടെ വരുത്തി വെച്ചത്. കാരണം ഒരു സ്വന്തം ഇളയ മോനെ വരെ നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കളെ എല്ലാം നഷ്ടമായി. ഇതിനെല്ലാം കാരണം ഈ ഒരു മൂത്ത മോൻ്റെ ധൂർത്താന്ന് പറയുമ്പോഴത്തേന് അതിലൊരു വലിയ പങ്ക് ഈ ഒരു ഉമ്മയ്ക്കും ഉണ്ട്. എന്നിരുന്നാലും ശരി, ഇനി ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഓരോ ദിവസം അഫാനെക്കുറിച്ചും അതിനെ ഫുള്ളായിട്ട് അറിയാൻ പറ്റുമെന്ന് സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്കത് ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങളെന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.